ഡ്രൈവർ ഉറങ്ങിപ്പോയി, ഡ്രൈവ് ചെയ്തിരുന്ന വ്യക്തി ഉറങ്ങിപ്പോയി എന്ന് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ആ റൂട്ടിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ശബരിമല സീസണാണ്, ആയിരക്കണക്കിന് വണ്ടികളാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ വളരെ അവരവർ സൂക്ഷിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് ഉറക്കം വന്നാൽ ഉറങ്ങുക എന്നുള്ളൊരു ഡ്രൈവിംഗ് സംസ്കാരം നമുക്കുണ്ടാകണം. പക്ഷേ ആ വീടിനോട് അടുത്തെത്തിയിട്ടാണ് ഈ അപകട സമയം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉറക്കം വന്ന് കാണും. അപ്പോൾ അദ്ദേഹം വീട്ടിൽ ഇനി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, 7 കിലോമീറ്ററേ ഉള്ളൂ, വീട്ടിലെത്തിയിട്ട് ഉറങ്ങാം എന്ന് കരുതി കാണും. അതായിരിക്കും അപകടത്തിൻ്റെ കാരണം. പക്ഷേ ഇത് ഉറങ്ങിപ്പോയതാണെന്നാണ് പ്രാഥമികമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുടെ പോലീസിൻ്റെയും വിലയിരുത്തൽ. വളരെ ദുഃഖകരമായി പോയി. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ, ഇപ്പം പാലക്കാട് നടന്ന അപകടം കുഞ്ഞുങ്ങളുടെ കുറ്റമല്ല, അത് അപകടകരമായ ഒരു പ്രശ്നമായിരുന്നു. അതല്ലാതെ മറ്റ് സംഭവിക്കുന്ന അപകടങ്ങളിൽ പലതും നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ അപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇക്കാര്യം നമ്മൾ പഠിക്കുകയും പരിശോധിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരുത്തിക്കൊണ്ട് പോലീസിനെ കൂടി ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വലിയ ഡ്രൈവ് നടത്താൻ നമ്മൾ ശ്രമിക്കും. ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് ഈ കുറ്റകൃത്യങ്ങൾ പിടിക്കാമെന്നുള്ളതല്ലാതെ അവനവൻ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട്. ഉറക്കം വരുമ്പോൾ ഉറങ്ങണം, നന്നായി ഉറങ്ങിയ ശേഷം വണ്ടി ഓടിക്കണം. KSRTC തന്നെ ഞങ്ങൾ ഈ ജീവനക്കാർക്ക് കിടക്കാൻ എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടാക്കുന്നു, പാലക്കാട് നില ഉദ്ഘാടനം ചെയ്തു, കരുനാഗപ്പള്ളിയിൽ മന്ത്രി ഗണേഷ് കുമാറാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചതുപോലെ ഒരു നല്ല ഡ്രൈവിംഗ് സംസ്കാരം കൂടി ഉടലെടുക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലെന്ന് തോന്നുന്നു.